നമസ്കാരം. ചാന്ദ്രദിന കവിത ആലാപനം അനഘ അഭിലാഷ്. മാനത്തു കാണുന്ന ചന്ദ്രഭഗവാന്റെ പുഞ്ചിരി കാണുവാൻ എന്തു ഭംഗി. കോടിക്കണക്കിന് പ്രായമായാൽ പോലും പുഞ്ചിരിയിൽ ഒരു മാറ്റമില്ല, പുഞ്ചിരിയിൽ ഒരു മാറ്റമില്ല. നിലാവുള്ള രാത്രിയിൽ ചന്ദ്രനെ കാണും എൻ മനം ആനന്ദ നൃത്തമാടും. നിലാവുള്ള രാത്രിയിൽ ചന്ദ്രനെ കാണും എൻ മനം ആനന്ദ നൃത്തമാടും. രാത്രിയിൽ ചന്ദ്രനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ മാഞ്ഞിടുന്നു. രാത്രിയിൽ ചന്ദ്രനെ നോക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ മാഞ്ഞിടുന്നു. റോമൻ നിവാസികൾ ലൂണ എന്നും ഗ്രീക്കുകാർ സെലൻ എന്നും വിളിച്ചിരുന്നു. റോമൻ നിവാസികൾ ലൂണ എന്നും ഗ്രീക്കുകാർ സെലൻ എന്നും വിളിച്ചിരുന്നു. പകൽ കൊടും ചൂടും രാത്രി അതിശൈത്യമാണ് തിങ്കളിലെ കാലാവസ്ഥ. പകൽ കൊടും ചൂടും രാത്രി അതിശൈത്യമാണ് തിങ്കളിലെ കാലാവസ്ഥ. കാറ്റും മഴയും ശബ്ദവുമില്ലാത്ത പൊൻകിണ്ണമാണെൻ്റെ ചന്ദ്രദേവൻ. കാറ്റും മഴയും ശബ്ദവുമില്ലാത്ത പൊൻകിണ്ണമാണെൻ്റെ ചന്ദ്രദേവൻ. മാനത്തു കാണുന്ന ചന്ദ്രഭഗവാന്റെ പുഞ്ചിരി കാണുവാൻ എന്തു ഭംഗി. കോടിക്കണക്കിന് പ്രായമായാൽ പോലും പുഞ്ചിരിയിൽ ഒരു മാറ്റമില്ല, പുഞ്ചിരിയിൽ ഒരു മാറ്റമില്ല. നന്ദി. ചന്ദ്രദിനം. ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാൻ 1 ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി കേന്ദ്രം ISRO. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാൻ 1 ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി കേന്ദ്രം ISRO. ബഹിരാകാശ യാത്ര ആദ്യം നടത്തിയത് യൂറി ഗഗാറിനല്ലോ. രാകേഷ് ശർമ്മയും കൽപ്പന ചൗളയും ഇന്ത്യൻ യാത്രികരല്ലോ. റഷ്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 ആദ്യ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചത് അപ്പോളോ 11 റഷ്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം സ്പുട്നിക് 1 ആദ്യ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ചത് അപ്പോളോ 11 ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാൻ 1 ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി കേന്ദ്രം ISRO. കൃത്രിമോപഗ്രഹം ഇക്വറ്റോറിയലും പോളാറും 1 ഭൂസ്ഥിരോപഗ്രഹം വിക്ഷേപിക്കാൻ GSLV അതുണ്ടല്ലോ. കൃത്രിമോപഗ്രഹം ഇക്വറ്റോറിയലും പോളാറും 1 ഭൂസ്ഥിരോപഗ്രഹം വിക്ഷേപിക്കാൻ GSLV അതുണ്ടല്ലോ. പോളാർ ഉപഗ്രഹം വിക്ഷേപിക്കാൻ PSLV അതുണ്ടല്ലോ. ഇൻസാറ്റും IR-ഉം സീരിയസും ഭാരതം വിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. പോളാർ ഉപഗ്രഹം വിക്ഷേപിക്കാൻ PSLV അതുണ്ടല്ലോ. ഇൻസാറ്റും IR-ഉം സീരീസും ഭാരതം വിക്ഷേപിച്ചിട്ടുണ്ടല്ലോ. ചന്ദ്രദിനം ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിൽ ആദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ.
ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാനൊന്നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO. അമ്പിളി മാമനാം ചന്ദ്രൻ തൻ പര്യപദങ്ങൾ അതുണ്ടല്ലോ. ഇന്ദുമതി ശശി സോമൻ ശശാങ്കനും അമ്പിളിയാണല്ലോ. അമ്പിളി മാമനാം ചന്ദ്രൻ തൻ പര്യപദങ്ങൾ അതുണ്ടല്ലോ. ഇന്ദുമതി ശശി സോമൻ ശശാങ്കനും അമ്പിളിയാണല്ലോ. ചന്ദ്രനുമായി ബന്ധമുള്ള ഭൂമിയിലെ പ്രതിഭാസമാണല്ലോ. വേലിയേറ്റവും വേലിയിറക്കവും ഈ പ്രതിഭാസമല്ലോ. ചന്ദ്രനുമായി ബന്ധമുള്ള ഭൂമിയിലെ പ്രതിഭാസമാണല്ലോ. വേലിയേറ്റവും വേലിയിറക്കവും ഈ പ്രതിഭാസമല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാനൊന്നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാനൊന്നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. ഇന്ത്യയുടെ ചന്ദ്ര പര്യവേഷണം ചന്ദ്രയാനൊന്നല്ലോ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതി തൻ കേന്ദ്രം ISRO അല്ലോ. ചന്ദ്രദിനം ജൂലൈ 21 ചന്ദ്രനിലാദ്യമായി കാൽപാദം വെച്ചത് നീൽ ആംസ്ട്രോങ് അല്ലോ. Respected teachers, parents, and my dear friends, I am Adil T. Do you know the specialty of today? Every year, Moon Day is celebrated on July 21st. This day commemorates the day humans first stepped on mankind on the moon in the year 1969. The first step of mankind on the moon was reported by NASA to be the single greatest technological achievement of all the time on July 21st. 1969, Apollo 11 carried the first human to the moon. Americans Neil Armstrong and Aldrin stepped foot on moon. 6 hours after landing, Armstrong stepped on the lunar surface. Do you know about Lunar Day? Unlike a 24-hour solar day, a lunar day lasts 24 hours and 50 minutes. I hope you understand the importance of Lunar Day. Thank you. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ആദിൽ ടി. ഇന്ന് 2021 ജൂലൈ 21 ചന്ദ്രദിനം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയത് 1969 ജൂലൈ 21 അതിൻ്റെ ഓർമ്മയ്ക്കായി ലോകരാജ്യങ്ങൾ ആ ദിവസത്തെ ചന്ദ്രദിനമായി ആഘോഷിക്കുന്നു. അമേരിക്കക്കാരായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൾഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിലാണ് ചന്ദ്രോപരിതലത്തിലെത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിലിറങ്ങി നടന്ന ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ദൈവം മനുഷ്യന് സകല കഴിവുകളും നൽകി, എങ്കിലും പറക്കുവാനുള്ള കഴിവ് അവൻ കൊടുത്തില്ല. പക്ഷേ നാം മനുഷ്യർക്ക് ആവശ്യത്തിലധികം ലഭിച്ച ഒന്നുണ്ടായിരുന്നു, ബുദ്ധി. അതുപയോഗിച്ച് നാം നീലാകാശത്ത് പറന്നു. പതിയെ മനുഷ്യൻ്റെ ചിന്താമണ്ഡലം ചന്ദ്രനിലേക്കായി. അവസാനം അവൻ ചന്ദ്രനിലേക്ക് കാലുകുത്തുക തന്നെ ചെയ്തു. ഓരോ ചന്ദ്ര പര്യവേഷണങ്ങളും ശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. 1969 നാസയുടെ നേതൃത്വത്തിൽ നടന്ന ചന്ദ്രനിലേക്കുള്ള ഐതിഹാസിക യാത്ര ഐതിഹ്യങ്ങളിലും വിശ്വാസങ്ങളിലും ഒതുങ്ങുമായിരുന്ന ചന്ദ്രനെ മാനവർക്ക് പരിചയപ്പെടുത്തി. ഇന്ന് ലോകം ആദ്യ ചന്ദ്ര പര്യവേഷണത്തിൻ്റെ 52ാം ആണ്ട് പിന്നിടുന്നു.
ഈ വേളയിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. नमस्कार, मेरा नाम अनुश्री है. मैं 7वीं कक्षा में पढ़ती हूँ. आज एक विशेष दिन, आज चंद्र दिन है, जुलाई 21. धन्यवाद. सबको नमस्कार. मेरा नाम श्रीदर्शन है. मैं 7वीं कक्षा में पढ़ता हूँ. आज जुलाई 21, आज चंद्र दिन. चांद चंद्रमा था. बच्चों की भाषा में कहा जाए तो चांद मामा. ऐसे अनेक नामों से हम चांद को जानते हैं. यह हमें दूर आकाश में दिखाई देता है. यह हमारे पृथ्वी ग्रह का एकमात्र प्राकृतिक उपग्रह है. यह लगातार पृथ्वी के चक्कर काटता रहता है. इसे पृथ्वी की एक परिक्रमा पूरी करने में 27 दिन लगते हैं. इसके अलावा चांद ज्योतिषशास्त्र में भी विशेष महत्व रखता है. धन्यवाद. ജൂലൈ 21 ചാന്ദ്രദിനം. ചന്ദ്രനിലേക്ക് പറന്ന പേടകങ്ങൾ. 1958 മുതൽ അമേരിക്കയുടെയും സോവിയറ്റ് യൂണിയന്റേതുമായ ഓട്ടോറ ബഹിരാകാശ വാഹനങ്ങളാണ് ചന്ദ്രനിലേക്ക് പറന്നത്. ഏബിൾ, പയനിയർ, സർവേയർ, ഓർബിറ്റർ തുടങ്ങി ബഹിരാകാശ വാഹനങ്ങളും ലൂണാർ പ്രോസ്പെക്ടറും അമേരിക്കയുടെ ചാന്ദ്രദൗത്യങ്ങളാണ്. അമേരിക്കയുടെ തന്നെ അപ്പോളോ 11, 12, 14, 15, 16, 17 ദൗത്യങ്ങളിലെ യാത്രികർ ചന്ദ്രനിൽ ഇറങ്ങുകയും ചെയ്തു. ലൂണാർ സയൻസ് തുടങ്ങിയ പേടകങ്ങൾ ചന്ദ്രനിലേക്ക് പറന്നെത്തിയത് സോവിയറ്റ് യൂണിയന്റെയാണ്. ജപ്പാൻ കരുഷ്യ, ചൈനയുടെ പെഞ്ച് 1, ഇന്ത്യയുടെ ചാന്ദ്രയാൻ തുടങ്ങിയവയും പ്രധാന ചാന്ദ്ര ദൗത്യ പേടകങ്ങളാണ്. നമസ്കാരം. ചാന്ദ്രദിന ക്വിസ്. മനുഷ്യന് ഇത് ചെറിയൊരു കാൽവയ്പ്, മനുഷ്യരാശിക്ക് വലിയൊരു കുതിച്ചുചാട്ടവും. ഇതാരുടെ വാക്കുകൾ? നീൽ ആംസ്ട്രോങ്. ഭൂമിയുടെ ഏക സ്വാഭാവിക ഉപഗ്രഹം ഏത്? ചന്ദ്രൻ.
ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം ഏത്? ടൈറ്റാനിയം. അവസാനമായി ചന്ദ്രനിൽ ഇറങ്ങിയ വ്യക്തി ആര്? യൂജിൻ സെർനാൻ. ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏത്? ഗഗൻയാൻ. ഇന്ത്യയിലെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏത്? തുമ്പ. ലോകത്തിലെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആര്? ഡെന്നിസ് ഡിറ്റോ. ചന്ദ്രനിൽ ഇടിച്ചിറങ്ങിയ ആദ്യ പേടകം ഏത്? ലൂണ 2. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം ഏത്? കറുപ്പ്. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് എന്ത്? റിഗോളിത്. എൻ്റെ പേര് അനാമിക മകേഷ്. ഞാൻ 6ൽ പഠിക്കുന്നു. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. ഇന്ന് ഞാൻ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ചോദ്യോത്തരങ്ങളാണ് പറയാൻ പോകുന്നത്. ചോദ്യം 1. നാം ജീവിക്കുന്ന ഗ്രഹം ഏത്? ഉത്തരം ഭൂമി. ചോദ്യം 2. സൗരയൂഥത്തിൻ്റെ കേന്ദ്രം? ഉത്തരം സൂര്യൻ. ചോദ്യം 3. സൗരയൂഥത്തിൽ ആകെ എത്ര ഗ്രഹങ്ങളുണ്ട്? ഉത്തരം 8. ചോദ്യം 4. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രം ഏത്? ഉത്തരം സൂര്യൻ. ചോദ്യം 5. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് എന്ന്? ഉത്തരം 1969 ജൂലൈ 21. ചോദ്യം 6. സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം? ഉത്തരം ബുധൻ. ചോദ്യം 7. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള. ചോദ്യം 8. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹം? ഉത്തരം ഭൂമി. ചോദ്യം 9. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം? ഉത്തരം ശുക്രൻ. ചോദ്യം 10. ആകർഷകമായ വലയങ്ങളുള്ള ഗ്രഹം? ഉത്തരം ശനി. ചോദ്യം 11. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത്? വ്യാഴൻ. ഉത്തരം വ്യാഴന്റെ ഉപഗ്രഹമായ ഗാനിമീഡ്. ചോദ്യം 12. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം? ഉത്തരം ചന്ദ്രൻ. ചോദ്യം 13. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം? ഉത്തരം കറുപ്പ്. ചോദ്യം 14. സൗരയൂഥത്തിലെ രണ്ടാമത്തെ വലിയ ഗ്രഹം? ഉത്തരം ശനി. ചോദ്യം 15. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത്? ഉത്തരം പ്രശാന്തിയുടെ സമുദ്രം. ചോദ്യം 16. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? ഉത്തരം രാകേഷ് ശർമ്മ. നന്ദി, നമസ്കാരം. Good morning. I am Vinandhi. May I ask you a question? What is the saying about a full moon? The full moon appears at night with all the might and erases all the stars from the sky. Do the same to impress the world and stand in front of the world with all your strength and all your being. Thank you. ഹായ് കൂട്ടുകാരെ, ഇന്ന് ചന്ദ്രദിനത്തോടനുബന്ധിച്ച് കുറച്ച് ചോദ്യങ്ങൾ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ചോദ്യം 1. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം? ഉത്തരം 1969. ചോദ്യം 2. ചിത്രത്തിൽ കാണുന്ന വ്യക്തി ആര്? ഉത്തരം യൂറി ഗഗാറിൻ. ചോദ്യം 3. ചൊവ്വയുടെ ഭ്രമണപഥത്തിൽ എത്തിയ ഇന്ത്യയുടെ ഉപഗ്രഹം? ഉത്തരം മംഗൾയാൻ. ചോദ്യം 4. രണ്ടാമതായി ചന്ദ്രനിൽ കാലുകുത്തിയതാര്? ഉത്തരം എഡ്വിൻ ആൾഡ്രിൻ. ചോദ്യം 5. ചന്ദ്രനിൽ ആകാശം ഏത് നിറത്തിൽ കാണപ്പെടുന്നു? ഉത്തരം കറുപ്പ്. ചോദ്യം 6. ചന്ദ്രനെ പറ്റി രചിച്ച ആദ്യ ഗ്രന്ഥം? ഉത്തരം സെലനോഗ്രഫിയ.
ചോദ്യം 7. ചന്ദ്രനിലെത്തിയ ആദ്യ റോബോട്ടാണ് ലുണാഹോത് 1. ഇത് ചന്ദ്രനിലെത്തിയ വർഷം. ഉത്തരം 1970 നവംബർ 17. ചോദ്യം 8. ആദ്യമായി ചന്ദ്രോപരിതലം സ്പർശിച്ച മനുഷ്യനിർമ്മിത വസ്തു. ഉത്തരം ലൂണ 2. ചോദ്യം 9. ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് ചന്ദ്രനെ വീക്ഷിക്കുമ്പോൾ ദൃശ്യമാകുന്ന കറുത്ത പാടുകൾ. ഉത്തരം മരിയ. ചോദ്യം 10. സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളിൽ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രീതിയിലാണ്? ഉത്തരം ന്യൂക്ലിയർ ഫ്യൂഷൻ. മാനസദസ്സിന് നമസ്കാരം. എൻ്റെ പേര് ആര്യ എസ്. ഞാൻ MGPM എക്സ്റ്റർ സ്കൂളിലെ 8Cയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ്. ഇന്ന് ജൂലൈ 21 ചന്ദ്രദിനം. മാനസദസ്സിന് എൻ്റെ നമസ്കാരം. വാസ്തവമാണെന്നും അതല്ല തട്ടിപ്പാണെന്നും വർഷങ്ങളായി തർക്കം നിലനിൽക്കുന്ന മനുഷ്യന്റെ ചന്ദ്രയാത്രയ്ക്ക് ഈ വർഷം 52 വയസ്സ് തികയും. 1969 ജൂലൈ മാസം 21-ാം തീയതി അന്നാണ് മനുഷ്യന്റെ കാൽപ്പാടുകൾ ചന്ദ്രോപരിതലത്തിൽ പതിഞ്ഞ ദിവസം. 21-ാം നൂറ്റാണ്ടിൽ പകുതി പിന്നീടും വരെ ഐതിഹ്യങ്ങളിലൂടെയും നാടോടി കഥകളിലൂടെയും മാത്രം ഒതുങ്ങി നിന്ന ഒരു കൊച്ചു ഗോളമായിരുന്നു ചന്ദ്രൻ. പക്ഷേ 1958 ജൂലൈ 29-ന് അമേരിക്കയിലെ വാഷിംഗ്ടൺ DC ആസ്ഥാനമായി നിലവിൽ വന്ന നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ എന്ന സംഘടന അന്നേ വരെയുള്ള മാനവ ചരിത്രം തിരുത്തിക്കുറിക്കുവാൻ തീരുമാനിച്ചു. നിരന്തര ഗവേഷണങ്ങളിലൂടെ 1969 അവർ മനുഷ്യനെ ചന്ദ്രനിലേക്ക് അയച്ചു. നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരാണ് ആ യാത്രയിൽ ഉണ്ടായിരുന്നത്. മനുഷ്യൻ ചന്ദ്രനിൽ കാലുകുത്തിയതിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും ജൂലൈ 21 ചന്ദ്രദിനമായി ആചരിക്കുന്നു. മനുഷ്യന്റെ ആദ്യ ചന്ദ്രയാത്രയ്ക്ക് ശേഷം നമ്മുടെ ഇന്ത്യ അടക്കമുള്ള ലോകരാജ്യങ്ങൾ ഗവേഷണങ്ങൾ നടത്തി വരുന്നു. ഇന്ത്യയുടെ ചാന്ദ്ര ദൗത്യമാണ് ചന്ദ്രയാൻ. എല്ലാവർക്കും ചന്ദ്രദിന ആശംസകൾ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. Good morning. I am Varun Binu. I am studying in 7th standard at NGPM HSS. Today I am here with some famous quotes related to Moon Day. Things cannot be long hidden. The sun, the moon and the truth, says Buddha. Full moon on Moon Day. More love to love, because child to adult is the cycle for everyone. Do not swear by the moon, for she changes constantly when your love would also change. By William Shakespeare. We are all like the bright moon. We still have our dark side. By Khalil Gibran. Everyone is a moon and has a darker side which he never shows to anybody. By Mark Twain. Thank you and have a nice day. ഹായ് കൂട്ടുകാരെ, ഞാൻ RBയിൽ പഠിക്കുന്ന കല്യാണിയാണ്. ചന്ദ്രദിന പ്രസംഗം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാൽ കൊത്തിയതിൻ്റെ ഓർമ്മയാണ് ചന്ദ്രദിനം. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതി ദിനത്തെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രൻ ഭൂമിയിൽ നിന്നും ഏകദേശം 3,84,403 കിലോമീറ്റർ ദൂരെയാണ് സ്ഥിതി ചെയ്യുന്നത്. 27 ദിവസം വേണം ചന്ദ്രന് ഒരു തവണ ഭൂമിക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യാൻ. അമേരിക്കക്കാരനായ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ
മൈക്കിൾ കോളിൻസ്. ഈ മൂവർ സംഘമാണ് അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ 1969 ജൂലൈ 20 ചന്ദ്രോപരിതലത്തിൽ എത്തിച്ചേർന്നു. നീൽ ആംസ്ട്രോങ് ആണ് ചന്ദ്രനെ കൊത്തിയത്. പിന്നീട് എഡ്വിൻ ആൽഡ്രിനും മൈക്കിൾ കോളിൻസ് അവരുടെ കൊളംബിയ എന്ന വാഹനം നിയന്ത്രിക്കുകയായിരുന്നു. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ ഇറക്കിയ ബഹിരാകാശ ദൗത്യമായിരുന്നു അപ്പോളോ 11. ഈഗിൾ എന്ന ചന്ദ്രപേടകത്തിൽ ആയിരുന്നു അവർ മൂവർ സംഘം യാത്ര 21 മണിക്കൂർ ആണ് അവർ അവിടെ ചിലവഴിച്ചത്. പേടകത്തിന് പുറത്ത് 2.5 മണിക്കൂറും അവർ ചിലവഴിച്ചു. പ്രശാന്തിയുടെ സമുദ്രം എന്ന സ്ഥലത്താണ് അവർ ഇറങ്ങിയത്. മാനവരാശിയുടെ നാഴികക്കല്ലായ ഈ ദിനത്തിൻ്റെ പ്രാധാന്യം പുതും തലമുറയ്ക്കും മനസ്സിലാക്കുവാൻ വേണ്ടിയത് ഈ ദിനം ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നത്. എല്ലാവർക്കും ചാന്ദ്രദിന ആശംസകൾ. നന്ദി. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ജൂലൈ 21 ഇന്ന് ചാന്ദ്രദിനം. മനുഷ്യന് ഒരു ചെറിയ കാൽവെപ്പ്, മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. 1969 ജൂലൈ 21 ഇന്ത്യൻ സമയം പുലർച്ചെ 1:48 അമേരിക്കയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശ വാഹനത്തിൽ നീൽ ആംസ്ട്രോങ് എന്ന മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാൽകുത്തിയ ചരിത്രദിനം ലോക ചാന്ദ്രദിനമായി ആചരിക്കുന്നു. ഭൂമിയുടെ ഒരേ ഒരു പ്രകൃതിദത്ത ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഇന്ത്യയുടെ ചാന്ദ്ര ഗവേഷണ പദ്ധതിയാണ് ചന്ദ്രയാൻ. ജ്യോതിശാസ്ത്ര പഠനം, ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പ്രാധാന്യം, മനുഷ്യൻ്റെ ആദ്യ ചന്ദ്രയാത്രയുടെ പ്രസക്തി എന്നിവ ജനങ്ങളെ ഓർമ്മിപ്പിക്കാനും പ്രത്യേകിച്ച് വിദ്യാർത്ഥികളിൽ ഇവയെ സംബന്ധിച്ചുള്ള അവബോധം വളർത്തുവാനായി ഈ ദിനം ആഘോഷിച്ചു വരുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. मैं 5वीं कक्षा में पढ़ती हूँ. आज एक विशेष दिन है. आज जुलाई 21 एक चंद्र दिन है. धन्यवाद. കാർത്തിക്, ഞാൻ 7th പഠിക്കുന്നു. ഞാൻ ഇവിടെ ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഒരു റോക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമുള്ള സാധനങ്ങൾ ഒരു ചാർട്ടും പിന്നെ ഇതേപോലെ ചെറിയ പീസാക്കിയ 3 ചാർട്ട്, നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ കത്രിക, പശ, പിന്നെ വേറൊരു കളർ പേപ്പർ. അപ്പൊ നമുക്ക് റോക്കറ്റ് നിർമ്മാണത്തിലോട്ട് കിടക്കാം. അപ്പൊ നമുക്ക് ഈ വലിയ ചാർട്ട് എടുത്ത് ആദ്യം നമുക്ക് ഇതേപോലെ ചുരുട്ടാം. നമുക്കിവിടെ പശ തേക്കാം. അപ്പൊ നമ്മുടെ ചാർട്ട് നമ്മൾ ഒട്ടിച്ചുകൊണ്ട് ഇനി നമുക്ക് ഈ നീല പേപ്പർ എടുത്ത് നമുക്കിനി ഇതേപോലെ മടങ്ങാം. ഒന്നും കൂടി ഇതേപോലെ മടക്കാം. അതേപോലെ നമുക്ക് ഇത് രണ്ടെണ്ണം കൂടി ചെയ്തെടുക്കാം.
നമ്മളിത് 3 എണ്ണം ഇതേപോലെ മടക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഇതിന്റെ അകത്ത് ഇവിടെയാണ് നമുക്ക് ഇനി പശ തേക്കാം. അതേപോലെ നമുക്കിത് 2 എണ്ണം ചെയ്തെടുക്കാം. അപ്പൊ നമ്മള് 3 എണ്ണത്തിന്റെ ഒക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇത് ഒട്ടിച്ചേർക്കാം. നമുക്കിത് ഇതേപോലെ ഇവിടെ ഒട്ടിച്ചു വെക്കണം. അപ്പൊ നമുക്ക് ഇതിനെ പശ ചേർത്ത് ഇവിടെ ഒട്ടിക്കാം. ഇനി നമുക്കിതിനെ ഇവിടെ ഒട്ടിക്കാം. ഇതേപോലെ നമുക്ക് ഇത് 2 എണ്ണം ഒട്ടിച്ചെടുക്കാം. നമ്മളിത് 3ാമത്തെയാണ് ഒട്ടിക്കുന്നത്. നമ്മളിത് 3 എണ്ണം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മേലോട്ടുള്ളത് റെഡിയാക്കാം. അപ്പൊ നമുക്ക് അതിനെ ഈ പേപ്പറിനെ ഇതേപോലെ നമുക്ക് ചുരുട്ടണം. എന്നിട്ട് നമുക്കിതിനെ ഇവിടെ വെച്ച് നോക്കാം. അപ്പൊ നമുക്ക് ഇത്രയും വെച്ച് നമുക്ക് കട്ട് കളയാം. നമുക്ക് അത് കട്ട് ചെയ്തിട്ട് കാണാം. അപ്പൊ നമ്മളിത് ഇതൊക്കെ ഇവിടെ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളിവിടെ കട്ടും ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ റോക്കറ്റിന്റെ മേലോട്ട് വെക്കാം. അപ്പൊ നമ്മുടെ റോക്കറ്റ് നിർമ്മാണം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. താങ്ക് യു. मेरा नाम श्रेनिया, मैं छठी कक्षा में पढ़ती हूँ. आज का विशेष दिन, आज जुलाई 21, आज चंद्र दिन. धन्यवाद. Arya S. I am reading in a Moonday Kiss. Question number 1. How many hours Armstrong and Aldrin spent on lunar surface? Answer: 21 hours and 36 minutes. Question number 2. Which rocket is used to Moon's landing mission? Answer: Saturn V. Question number 3. Who developed Saturn V? Answer: NASA. Question number 4. What is the name given Armstrong and Aldrin landed place on Moon? Answer: Tranquility Base. Question number 5. When Armstrong and Aldrin reached back to Earth? Answer: 1969 July 24th. Question number 6.
Which space center launched Apollo 11 from Saturn V rocket? Answer is Kennedy Space Center, Merritt Island, Florida. Question number 7. How cold is moon? Answer is temperature varies from 298 degrees Fahrenheit at night to 224 degrees Fahrenheit at day. Question number 8. Who found water on moon? Answer Apollo 14. Question number 9. What is the name of India's first moon mission? Answer is Chandrayaan 1, launched on 22 October 2008. Question number 10. Which planet rotate opposite to other planets? Answer is Venus. Thank you. നമസ്കാരം, എൻ്റെ പേര് അതുല്യ എസ്. ഞാൻ 6th ബിയിൽ പഠിക്കുന്നു. ചാന്ദ്രദിന പ്രസംഗം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായി ജൂലൈ 21 ലോകരാജ്യങ്ങൾ ചാന്ദ്രദിനമായി ആഘോഷിക്കുന്നു. ഭൂമിയിൽ നിന്ന് നോക്കിയാൽ പ്രകാശിക്കുന്ന ഒരു പൊട്ട് അതായിരുന്നു 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ചന്ദ്രൻ പകൽ സമയത്ത് മറയുകയും രാത്രി പ്രകാശിക്കുകയും ചെയ്യുന്ന നിഗൂഢതകൾ നിറഞ്ഞ ഒരു കുഞ്ഞുഗോളം. ചന്ദ്രൻ്റെ അടുത്തറിയാനുള്ള മനുഷ്യൻ ശ്രമം അവിടെ ആരംഭിച്ചു. മനുഷ്യനെ ചന്ദ്രനിൽ എത്തിക്കുന്ന ലക്ഷ്യത്തോടെ നാസ രൂപപ്പെടുത്തി. അപ്പോളോ 11 എന്ന വാഹനത്തിൽ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ആൽഡ്രിൻ, മൈക്കിൾ ലോളിൻസ് എന്നീ ബഹിരാകാശ സഞ്ചാരികൾ ചേർന്ന് 1961 ജൂലൈ 20-നാണ് ചന്ദ്രോപരിതലത്തിൽ എത്തിയത്. ജൂലൈ 21 വാഹനത്തിൽ നിന്നും ചന്ദ്രനിൽ ഇറങ്ങി നടന്ന നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയ മനുഷ്യൻ എന്ന നേട്ടം കരസ്ഥമാക്കി. ചന്ദ്രയാൻ എന്ന പേരിൽ നമ്മുടെ ഇന്ത്യയും ചന്ദ്രനിലേക്ക് പേടകം അയച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഓരോരു പ്രകൃതിദത്ത ഉപദ്രവമാണ് ചന്ദ്രൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ അക്ഷയ എസ്. ഞാൻ NGPM HSS സ്കൂളിൽ 5 ബിയിൽ പഠിക്കുന്നു. ഇന്ന് ജൂലൈ 21 ചാന്ദ്രദിനം. മനുഷ്യന് ഒരു ചെറിയ കാലുവയ്പ്, മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. 1969 ജൂലൈ 21 ഇന്ത്യൻ സമയം 1:48 അമേരിക്കയുടെ അപ്പോളോ 11 എന്ന ബഹിരാകാശയാനത്തിൽ നീൽ ആംസ്ട്രോങ് എന്ന മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ ചരിത്രത്തെ നാം ചാന്ദ്രദിനമായി ആചരിക്കുന്നു. നന്ദി, നമസ്കാരം. ചന്ദ്രദിനവുമായി ബന്ധപ്പെട്ട് ഞാൻ തയ്യാറാക്കിയ ആൽബം.
morning, respected teachers and my dear friends. In every year, July 21 is celebrated as Moon Day. This day commemorates a very special event in the history of mankind. The day human first step of mankind on the moon in the year 1969. NASA had reported the moon landing as being the single greatest technological achievement of all time. Apollo 11 carried the first human to the moon. American Neil Armstrong, Edwin Aldrin and Michael Collins was the passengers in Apollo 11. Putting man on the moon became a tangible achievement in the space race. It was broadcast on live TV worldwide. The Earth witnessed a great victory. While Armstrong stepped onto the moon's surface and described the event as one small step for the man, one giant leap for mankind. I hope you have understood the importance of this day. Happy Moon Day! Thank you. Thank you all. Good morning everyone. Speech on National Moon Day. Today is July 21st. We will celebrating as National Moon Day. On this day, Neil Armstrong walked on the surface of the moon in the year 1969. Today is the 52nd anniversary of Neil Armstrong's first landing on the moon. The space community celebrates this day to commemorate the milestone achieved by the humans. This day also marks the milestone for us to be the first country in the world to land a man on the moon. On July 20, 1969, Apollo 11 carried the first humans to the moon. The crew of the Apollo 11 include Neil Armstrong, Edwin Aldrin and Michael Collins. Once Neil Armstrong landed on the moon, he stated the event as being one small step for man, one giant leap for mankind. 10 more astronauts made into the moon after them as part of 5 more landings. The day does not just celebrate the landmark mission, it also celebrates future mission. Thank you.